ന്യൂയോർക്കിലെ ഏറ്റവും വലിയ 3 ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞ ഒരു മാസം പണിമുടക്കായിരുന്നു, നേഴ്സുമാരുടെ പണിമുടക്കായിരുന്നു. അതിൽ ഏറ്റവും അവസാനം ഒത്തുതീർന്നത് ഈ കൊളംബിയ പ്രസ്ബിറ്റീരിയൻ എന്ന് പറഞ്ഞ പിന്നെ ഹോസ്പിറ്റലിലാണ്. ഏതാണ്ട് 4000 നേഴ്സുമാർ. പിന്നെ മൗണ്ട് സൈനായിലും മൊണ്ടേഫിയോറിലും കുറച്ച് ഒന്നൊന്നര ആഴ്ച മുമ്പേ ഒത്തുതീർന്നു. അപ്പോൾ ഇവർ ഈ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ശമ്പള വർധനവും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പണിമുടക്ക് നടന്നത്. അപ്പം പിന്നെ ആശുപത്രികൾ മുതലാളിമാരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ട്രാവലിംഗ് നേഴ്സസിനെ അതിന് പകരം നിയോഗിച്ചു. അമേരിക്കയിൽ കിട്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലും പ്രൊബേഷണറി നേഴ്സുമാരെയൊക്കെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ട്രാവലിംഗ് നേഴ്സസ് അവർക്ക് വളരെയധികം പണം കൊടുത്ത് ആണ് നിയമിക്കുന്നത്, ഇവർക്ക് പകരമായിട്ട് നിയമിക്കുന്നത്. ഏകദേശം ഒരു മാസത്തോളം പണിമുടക്കായപ്പോഴത്തേക്ക് നേഴ്സുമാരെല്ലാം വിഷമത്തിലായി. പലരും ഇപ്പം സിംഗിൾ വരുമാനം മാത്രമുള്ളവർ എന്ത് ചെയ്യും? ഇപ്പം ഭാര്യയ്ക്ക് മാത്രമേ ജോലിയുള്ളൂ, അല്ലെങ്കിൽ ഭാര്യ മാത്രമേ ഉള്ളൂ, ഭർത്താവില്ല, അല്ലെങ്കിൽ ഭർത്താവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർ ഒരു മാസം ശമ്പളം കിട്ടാതിരുന്നാൽ വലഞ്ഞു പോകും. അവരെല്ലാം അൺഎംപ്ലോയ്മെൻറ്റിന് അപേക്ഷിക്കുന്നതും കണ്ടു. അപ്പോൾ എന്തായാലും ഈ പ്രസ്ബിറ്റീരിയനിലെ നേഴ്സുമാർ ആ കരാറ് ഒപ്പിടാനായിട്ട് വിസമ്മതിച്ചു. അവർ ഈ കരാറ് നടപ്പാക്കണോ എന്ന് ചോദിച്ച് ഇലക്ഷൻ നടക്കും. അപ്പം നേഴ്സുമാർ പറഞ്ഞു അത് പറ്റത്തില്ല, അത് പോരാ എന്ന് പറഞ്ഞ് അവർ പണിമുടക്ക് തുടർന്നു. ഇന്നലെയാണ് പണിമുടക്ക് തീരുന്നത്. പക്ഷേ കാര്യമായിട്ട് വലിയ അഡീഷണലായിട്ട് മറ്റവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതലൊന്നും കിട്ടിയില്ല എന്നാണ് നേഴ്സുമാർ പറയുന്നത്. എങ്ങനെയായാലും ഒരു മാസത്തിൽ കൂടുതൽ ഇവിടെ ന്യൂയോർക്കിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3 ആശുപത്രികൾ ഇങ്ങനെ പണിമുടക്കി നടന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം. അപ്പോൾ ഈ പണിമുടക്കിൻ്റെ കാര്യം വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇന്നലെ നടന്ന ഒരു സമ്മേളനം, പിന്നെ അതുപോലെ തന്നെ പണിമുടക്കിലേക്കുള്ള ഒരു നീക്കം. ആ സമ്മേളനത്തെപ്പറ്റി പറഞ്ഞാൽ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഏതാണ്ട് 15,000 നേഴ്സുമാർ തൃശ്ശൂരിൽ ഒത്തുചേർന്നു. അവർ സമരപ്രഖ്യാപനമൊക്കെ നടത്തി. അവർ അതിശക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. മറുനാടൻ ഷാജൻ, അതുപോലെ തന്നെ UNAയുടെ പ്രസിഡൻറ്റ് ജാസ്മിൻ ഷാ, പിന്നെ മന്ത്രി കെ രാജനാണ് ഈ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇവരെല്ലാം തീപ്പരി പ്രസംഗമൊക്കെ നടത്തി. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ UNAയ്ക്കുള്ള പ്രശ്നം, UNAയുടെ തലപ്പത്ത് ജാസ്മിൻ ഷായാണ്, ഒരു മുസ്ലിമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ജിഹാദികളുടെ ഒരു പരിപാടിയാണ് ഈ കാരണം കേരളത്തിലെ ആശുപത്രികളിൽ നല്ലൊരു പങ്ക് ക്രിസ്ത്യാനികൾ നടത്തുന്നതാണ്. അപ്പോൾ അവരെ തകർക്കാൻ വേണ്ടി ആ എക്സ്ക്യൂസിൻ്റെ മറവിൽ നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നു. അത് ശരിയാണോ? അത് ഏത് രീതിയിലാണ്? ഇപ്പം ജാസ്മിൻ ഷാ അല്ല, ബിൻ ലാദൻ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. തൊഴിലാളികളുടെ അവകാശത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് ജാസ്മിൻ ഷാ പറഞ്ഞാലും ബിൻ ലാദൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും നമുക്കത് വ്യത്യാസമുള്ള കാര്യമല്ല, വ്യത്യാസമുള്ളതായിട്ട് ചിന്തിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ പൈസ കൊടുക്കില്ല, വേറെ എല്ലാവർക്കും ശമ്പളം കൊടുക്കും, ഇവർക്ക് മാത്രം ശമ്പളം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യായം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ നേരത്തെയൊക്കെ 10,000 രൂപയായിരുന്നു ശമ്പളം ഒരു മാസം. പിന്നെ അത് 2018 7 വർഷം മുമ്പ് 7-8 വർഷം മുമ്പാണ് 20,000 രൂപയാക്കിയത്. 20,000 രൂപയെ 30 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കി. 660 രൂപ, 650-660 രൂപ ഒരു ദിവസം. അതായത് $7. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? $7 ഒരു ദിവസം ശമ്പളം കിട്ടുന്നു. ഒരു മാസം 20,000 രൂപ എന്ന് പറഞ്ഞാൽ $200, 220 നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ ഇത്? നമുക്കറിയാം, ഇവിടെ ന്യൂയോർക്കിലെ നേഴ്സുമാർ അവർ തുടങ്ങുമ്പം തന്നെ ഒരു 100,000-ലാണ് തുടങ്ങുന്നത്. നാട്ടിലെ കണക്ക് വെച്ച് നോക്കുമ്പം ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്ത്. പക്ഷേ ആ 100,000 ഇവിടുത്തെ 100,000-ഉം നാട്ടിലേതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ ചിലവും ഇവിടുത്തെ ആവശ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ. എന്ന് മാത്രമല്ല, ഇവിടുത്തെ നേഴ്സുമാർ 8 മണിക്കൂർ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തൊരു ഭയങ്കരമായിട്ടുള്ളൊരു ജോലിയാണത്, എത്ര കഠിനമായിട്ടുള്ളൊരു അധ്വാനമാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശമ്പളം ചോദിച്ചാൽ ഡോക്ടർമാർക്കും അതുപോലുള്ള ഉന്നതന്മാർക്ക് മാത്രം ശമ്പളം മതി, ബാക്കിയുള്ളവർക്കൊന്നും ശമ്പളം വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം IAS-കാരന് ശമ്പളം മതി, അയാളുടെ ശിപായിക്ക് ശമ്പളം വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ. IAS-കാരൻ്റെ അതേ ആവശ്യം തന്നെയായിരിക്കും ശിപായിക്കുള്ളത്. മക്കളെ വളർത്താനും ഒക്കെയുള്ള ചിലവുകളെല്ലാം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ആ ഒരു ഉച്ചനീചത്വം, ചിലർക്ക് ഉന്നതരായ ആളുകൾക്ക് മതി, ഡോക്ടർമാർക്കൊക്കെ മതി ശമ്പളം, താഴേക്കിടയിലുള്ളവർക്ക് ശമ്പളം വേണ്ട എന്നുള്ള ഒരു ചിന്താഗതി. അത് കൊടുക്കാൻ ആശുപത്രികൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല, അതുകൂടി ചേർത്ത്. കാരണം ആശുപത്രികൾക്ക് കാശുള്ളത് കൊണ്ടും അവ കാശുണ്ടാക്കുന്നത് കൊണ്ടുമാണ് ഈ ആശുപത്രികളൊക്കെ അമേരിക്കയിൽ നിന്നും മറ്റുമൊക്കെയുള്ള ഈ വൻകിട കമ്പനികൾ പോയി വാങ്ങുന്നത്. എന്തായാലും ഇവിടുന്ന് 2,000 കോടി മുടക്കി ഒരു ആശുപത്രി വാങ്ങിയാൽ അത് കാശ് കളയാനായിട്ട് ആരും ചെയ്യുകയല്ലോ. ഇവരെല്ലാം അത് പഠിച്ചിട്ടും എങ്ങനെ നാട്ടുകാരെ പിഴിഞ്ഞെടുക്കാമെന്ന് പഠിച്ചിട്ടാണല്ലോ ഈ വലിയ കോർപ്പറേറ്റുകൾ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം അവിടെ നേഴ്സുമാർക്ക് മാത്രം ശമ്പളം വേണ്ട, അവർക്കൊഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ശമ്പളമാകാം. ആ ഹീനമായൊരു ചിന്താഗതി. ഇപ്പം നേഴ്സുമാർ ആവശ്യപ്പെടുന്നത് 40,000 രൂപ ശമ്പളം വേണം ഒരു മാസം. 40,000 രൂപ ആണെങ്കിൽ കൂടി
പിന്നെ 200, 400, $420, $440 ഒരു മാസം. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. സർക്കാർ അത് കൊടുക്കാമെന്ന് പിന്നെ അതിനുള്ള ഉത്തരവ് ഇറക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഇറക്കിയിട്ടില്ല. അപ്പോൾ അതിറക്കണം. ഒരു മാസം കഴിഞ്ഞിരിക്കുന്ന ആ വാഗ്ദാനം കിട്ടിയിട്ട് പല ആശുപത്രികളും കൊടുക്കാൻ തയ്യാറാണ്. സർക്കാർ ഉത്തരവിറക്കണം, പക്ഷേ സർക്കാർ വൈകിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇന്നലെ ഈ നേഴ്സുമാരുടെ ആ സമരപ്രഖ്യാപന പിന്നെ സമ്മേളനം കണ്ടു. 15,000 നേഴ്സുമാർ കേരളത്തിൻ്റെ അവിടുന്ന് അങ്ങോളം ഇങ്ങോളമുള്ള നേഴ്സുമാർ അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ കണ്ടപ്പം അതിശയം തോന്നിപ്പോയി. അതിൽ നല്ലൊരു പങ്ക് ചെറുപ്പക്കാരാണ്, ന്യൂജൻ ആളുകൾ, 20, 22 വയസ്സുള്ള ചെറുപ്പക്കാർ. അവരെല്ലാം നേഴ്സിംഗ് പഠിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല കുടുംബത്തിൽ നിന്ന് നല്ല സാഹചര്യത്തിൽ നിന്നൊക്കെ വരുന്നവരാണ്. വിദേശത്ത് പോകണമെങ്കിൽ നേഴ്സിംഗ് വേണം, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, പിന്നെ നേഴ്സിംഗ് പഠിക്കുന്നതിൻ്റെ ഒരു കാര്യം. പക്ഷേ അവർ ഈ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് മാറി ചിന്തിക്കേണ്ട കാലമായി. നേഴ്സിംഗ് പഠിച്ചതുകൊണ്ട് നേഴ്സ് തന്നെ ആകേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പം ഞാൻ പിന്നെ അതിനെപ്പറ്റി പറയാം. അതുപോലെ തന്നെ ഈ ഇന്നലെ കണ്ട കാര്യം, അതിൽ ഏറ്റവും പിന്നെ വേദനിപ്പിച്ച കാര്യം, ഇത്രയും വലിയൊരു സമ്മേളനവും ഒക്കെ നടന്നിട്ട് അതിൻ്റെ വാർത്തകൾ കേരളത്തിലെ ചാനലുകളിലോ പത്രങ്ങളിലോ ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഏതെങ്കിലും ചാനലിലൊക്കെ വന്നോ എന്ന് തന്നെ അറിഞ്ഞുകൂടാ. കാരണം ഇതെല്ലാം ആശുപത്രി മുതലാളിമാരെ പ്രകോപിപ്പിക്കും എന്നുള്ള ചിന്താഗതിയാണ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പത്രങ്ങളും മാധ്യമങ്ങളും ഒന്നും ഇത് കാര്യമായിട്ട് കവർ ചെയ്തില്ല. അതുകൊണ്ട് ഇവർക്ക് ജനപിന്തുണ ഇല്ലാന്നൊന്നും അർത്ഥമൊന്നുമില്ല. ഈ 15,000 പേർ അവിടെ കൂടണമെങ്കിൽ നിസ്സാരമായൊരു കാര്യമല്ല താനും. അപ്പോൾ ജാസ്മിൻ ഷാ ജിഹാദി ആകാതിരിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നേഴ്സുമാർക്ക് ശമ്പളം കിട്ടണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലേറ്റവും സങ്കടം ഈ ക്രൈസ്തവ മാനേജ്മെൻ്റ് ആണെന്ന് പറയുന്നത്. ഈ നേഴ്സുമാരിൽ നല്ലൊരു പങ്ക് 80%, 85% ക്രൈസ്തവരാണ്. എന്നിട്ടാണ് ഈ അന്യായം കാണിക്കാനായിട്ട് അവരൊക്കെ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നത്. അപ്പം ഈ നേഴ്സിങ്ങിന് നമുക്കറിയാം അമേരിക്കയിലുള്ള പ്രാധാന്യം. ഈ നേഴ്സുമാരാണ് നമ്മുടെ അമേരിക്കൻ സമൂഹത്തിൻ്റെ നട്ടെല്ല്. കേരളത്തിൽ ഈ ഗുജറാത്തികളും മറ്റും വന്ന് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കുന്നു. നമ്മുടെ ആളുകൾ വന്ന് കൂടുതൽ പേരും ഭാര്യ നേഴ്സായിരിക്കും, അല്ലെങ്കിൽ നേഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, അങ്ങനെയുള്ള ചെറിയ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. അപ്പോൾ നേഴ്സിംഗ് സമൂഹത്തോട് നമ്മൾ വലിയ കടപ്പാടുണ്ട് നമുക്ക്. അപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതും ദുഃഖകരമായൊരു കാര്യമാണ്. പിന്നെ നേഴ്സുമാരുടെ പ്രശ്നങ്ങളിൽ ഫിലഡൽഫിയയിൽ നിന്ന് വിൻസെൻ്റ് ഇമ്മാനുവൽ, ഭാര്യ ബ്രിജിത്ത്, അതുപോലെ തന്നെ ആ പിയാനോ എന്ന് പറഞ്ഞ സംഘടന, അപ്പോൾ ഇവരൊക്കെ ഇടപെട്ടത് ഞാൻ ഓർക്കുന്നു. ഈ നേഴ്സുമാർ ഒരു കാലത്ത് നേഴ്സുമാരുടെ സർട്ടിഫിക്കറ്റുകൾ ആശുപത്രികൾ പിടിച്ചു വെക്കും. അതിനെതിരെ ഇവർ കേസിന് പോയി. ഫിലഡൽഫിയയിൽ നിന്ന് ഇവിടെ ഇരുന്നാണെങ്കിൽ കൂടി നമ്മൾ കേസിന് പോയി. അതുപോലെ തന്നെ നേഴ്സുമാർക്ക് ഇത്ര പൊക്കവും ഇത്ര വണ്ണവും വേണമെന്ന് അങ്ങനെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അതിനെതിരെയും കേസിന് പോയി. ആ കേസൊക്കെ വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ അമേരിക്കൻ മലയാളികൾക്ക് ഈ കേരളത്തിലെ നേഴ്സുമാരെ സമരം നടത്തുമ്പോൾ കണ്ടില്ല എന്ന് അടിക്കാനാവില്ല. കാരണം ആ നേഴ്സുമാർ തന്നെയാണ് ഈ നേഴ്സുമാർ, അവിടുന്ന് വന്നവരാണ്. നമുക്ക് ഇത്തിരി ഭാഗ്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് വരാൻ കഴിഞ്ഞു. അവർ ഇപ്പോൾ ഭാഗ്യമില്ല, നാളെ ഒരുപക്ഷെ അവരും വരുമായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ പോവുകയും ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവർ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് സഹായം എത്തിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയണം. അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനെങ്കിലും നമ്മളെക്കൊണ്ട് കഴിയണം. അവിടുത്തെ ആ മാധ്യമങ്ങൾ ആ നിന്ദ്യമായ രീതിയിൽ ഇതിനെയൊക്കെ അടിച്ചമർത്തുന്നത്, ഇതിനെയൊക്കെ കണ്ടില്ല എന്ന് അടിക്കുന്നത് ഖേദകരമാണ്. ഈ അടിസ്ഥാന വർഗത്തിൻ്റെ നേഴ്സിംഗൊക്കെ ഒരു അടിസ്ഥാന വർഗമാണ്. അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞാൽ എത്രയോ ദുഃഖകരമായൊരു കാര്യമാണ്. എന്തായാലും ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നേഴ്സിംഗ് സംബന്ധിച്ചുള്ള ഏതൊരു കാര്യവും നമ്മളെയും ബാധിക്കുന്നതാണ്, നമ്മുടെ സമൂഹത്തെയും ബാധിക്കുന്നതാണ്, നമ്മളെയും വേദനിപ്പിക്കുന്നതാണ്. ന്യായമായ ശമ്പളത്തിന് വേണ്ടി അവർ സമരം നടത്തുമ്പോൾ ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും നമ്മളെല്ലാവരും പ്രഖ്യാപിക്കുന്നു.